കഴിഞ്ഞു പോയൊരു 1 വീക്ക് എന്റെ ലൈഫിൽ അത്ര സ്മൂത്ത് ആയിട്ടുള്ള പീരീഡ് ആയിരുന്നില്ല കേട്ടോ. ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് സിക്ക് ലീവ് എടുത്ത് വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് സ്മൂത്തിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഓൾറെഡി ഒരു ക്യാരറ്റ് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പപ്പായ ആണ് കേട്ടോ. ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഗ്രോസറി ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിച്ച പപ്പായ. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഹാഫ് ഓൾറെഡി ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല പഴുത്തോണ്ട് തന്നെ കട്ട് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ. പിന്നെ ക്യാരറ്റും കൂടെ കട്ട് ചെയ്തെടുത്തു. ഇതിനെല്ലാം കൂടെ ബ്ലെൻഡറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ടർമറിക് ആണ്, നമ്മുടെ മഞ്ഞൾ. അത് എന്റെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ യോഗട്ട് ആണ് വേണ്ടത്. യോഗട്ട് മാക്സിമം പ്ലെയിൻ തന്നെ എടുക്കാൻ നോക്കുക. എന്റെ കയ്യിൽ തൽക്കാലം പ്ലെയിൻ ഇരിക്കുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ ബ്ലെൻഡ് ചെയ്യുക. ഇതാ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ബാക്കി കട്ട് ചെയ്ത് വെച്ചിരുന്ന പപ്പായയും ക്യാരറ്റും ഒക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് കേട്ടോ.